എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ടോപ്പിക് ബോഡി ഷേമിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഒരുപക്ഷെ ഫേസ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു പ്രോബ്ലം. നല്ല തടിച്ച ഒരാൾക്കാരും അതുപോലെ നന്നായിട്ട് മെലിഞ്ഞ ആൾക്കാരും മിക്കപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ബോഡി ഷേമിങ്. നമ്മൾ ഒരുപാട് ആൾക്കാരുള്ള സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ആയിരിക്കാം, ആരായാലും നല്ല ഒരു നന്നായിട്ട് തടിച്ച ഒരാളെ കാണുമ്പോൾ നമുക്ക് അവരെ കളിയാക്കാൻ ടെൻഡൻസി കൂടുതലാണ്. ഒരു തടിച്ചത് ആ തടിയെത്തി വരുന്നുണ്ട്, അല്ലെ അത് ആ തടിയും വരുന്നുണ്ട്. പക്ഷെ അതങ്ങനെ പറയുന്ന സമയത്ത് നമുക്കതൊരു രസമാണ്, അവരങ്ങനെ പറയുന്നത് നമുക്കൊരു എൻജോയ് ആണ്. പക്ഷെ ആ കേൾക്കുന്ന ആൾക്ക് അത് എത്രത്തോളം മുറിവേൽക്കുന്നു എന്ന് അറിയണമെങ്കിൽ നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മളത് കേൾക്കണം, എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുള്ളൂ, അപ്പം നിങ്ങളെയാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരെയാണ് എല്ലാവരും വന്നിങ്ങനെ കളിയാക്കുന്നതെങ്കിൽ, നമ്മളാണ് കളിയാക്കപ്പെടുന്ന ആളെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാക്കും. സോ നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ നോക്കുക. അപ്പം നമ്മൾ മറ്റുള്ളവരെ കളിയാക്കാതിരിക്കുക, ഇങ്ങനെ പരിഹസിക്കുക. നന്നായിട്ട് മെലിഞ്ഞ ആൾക്കാരോട് നമ്മൾ പറയും, നിനക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചൂടെ, ഒന്ന് തടിച്ചൂടെ. ഇപ്പം തടിച്ച ആൾക്കാരോട് നമ്മൾ എന്താ പറയുക, നിനക്കൊന്ന് ഫുഡ് കഴിക്കുന്ന ഒന്ന് കൺട്രോൾ ചെയ്തൂടെ, ഇങ്ങനെ ഫുഡ് കഴിച്ച് എങ്ങോട്ടാ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഓരോരുത്തരുടെ ശരീര പ്രകൃതമാണ് നമ്മൾ മറന്നു പോകാറുണ്ട്. ഇപ്പം ചിലവർ എത്ര ഫുഡ് കഴിച്ചാലും നന്നായിട്ട് ഫുഡ് കഴിക്കുന്നവരുണ്ട്, പക്ഷെ അവർ തടി വെക്കില്ല. ഇനി തടി ഉള്ളവരാണെങ്കിലോ ഫുഡ് കുറച്ചാൽ പോലും അവർക്ക് തടി കുറയില്ല. അങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലാണ്, എല്ലാ മനുഷ്യരും ഡിഫറെൻ്റ് ആണ്. സോ നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവരെ നമ്മൾ കളിയാക്കുകയും മറ്റുള്ളവരെ നമ്മൾ പരിഹസിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്കതൊരു എൻജോയ് ആണെങ്കിലും ആ ഒരു പരിഹസിക്കപ്പെടുന്ന ആൾക്ക് എത്രത്തോളം വേദനയാണെന്ന് അവരായിട്ട് നമ്മൾ ആ ഒരു സ്ഥാനം നമുക്കായിരുന്നെങ്കിൽ നമുക്ക് എത്രത്തോളം വേദന ഉണ്ടാവും എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ദയവ് ചെയ്ത് ആരെയും പരിഹസിക്കാനോ ആരെയും മുറിവേൽപ്പിക്കാനോ നമ്മൾ പോകരുത്. ഇപ്പോൾ നീ ഇത്ര മെലിഞ്ഞിട്ടാണോടി, അല്ല നീ എന്തൊരു തടിയാടി നിനക്ക്, അങ്ങനെയൊന്നും പറയാൻ പോകരുത്. അതിപ്പോൾ ഓരോരുത്തരുടെ ശരീരപ്രകൃതമാണ് അല്ലേ. ചിലപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടിയതുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും അസുഖം മൂലമായിരിക്കും ഈ ഒരു തടിയും ഈ ഒരു തടി വെക്കാത്തതും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ നമ്മളായിട്ടിരിക്കുക, അവരെ നമ്മൾ കളിയാക്കാൻ നമ്മൾ ആ വഴിക്ക് പോവണ്ട. ഓക്കെ. പിന്നെ നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് നമ്മളെ തുടക്കം എന്ന് പറഞ്ഞ മൂവി. അതിപ്പോൾ നല്ല വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ പിക്ചർ, ലാലേട്ടൻ്റെ പിക്ചറാണ്. സോ അതിൽ വിസ്മയ മോഹൻലാൽ, ലാലേട്ടൻ്റെ മകൾ, അവള് എന്താ പറയുക, അവൾ ഒരുപാട് എന്താ പറയുക ഇങ്ങനെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടീനെ. എന്തിനാണ് ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? അവളെ ബോഡി ലാംഗ്വേജ് കാരണമാണ്, അവൾ എന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് ആ കുട്ടീനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ നെഗറ്റീവ് കമൻറ്റൊക്കെ? അത് ആ കുട്ടീൻ്റെ ബോഡി ലാംഗ്വേജ് ആണ്. ഒരു സോഷ്യൽ ആൻസൈറ്റി, ഒരു സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറഞ്ഞ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഈ പറയുന്ന ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഒരു വലിയൊരു ഓഡിയൻസിന് മുന്നിൽ അവരിന്ന് ഇതേപോലെ അഭിമുഖം ചെയ്യുമോ, അവർ നിന്ന് ഇതേപോലെ വർത്തമാനം പറയൂ? ഇല്ല. ആ സമയത്ത് അവർ അതിനെക്കാട്ടും സ്റ്റേജ് ഫിയർ അവർക്ക് ഉണ്ടാവും. സോ അത് നമ്മൾ മനസ്സിലാക്കുക. ഒരാളെ നമ്മൾ അങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഇട്ട് അങ്ങനെ പരത്തുന്നതിനെക്കാട്ടും അവർ നമ്മൾ മനസ്സിലാക്കുക, ആ കുട്ടീൻ്റെതായ രീതിയിലുള്ള കുട്ടിത്താണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ ഒരു ജാടയില്ലാതെ ഒരു നല്ലൊരു പെരുമാറ്റമാണ് കാണിക്കുന്നത്. ഒരു ഫിയർ ഉണ്ടാവുമായിരിക്കാം. സോ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ലാംഗ്വേജ് പ്രകടിപ്പിക്കുക. ഓരോരുത്തർക്കും ഓരോ ബോഡി ലാംഗ്വേജാണ്. സോ നമ്മൾ അവരുടെ ബോഡി ലാംഗ്വേജ് ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരാളെ പോലെ തന്നെ എല്ലാവരും ആയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ബോഡി ലാംഗ്വേജിനെ കുറിച്ചോ എല്ലാവരും ബോഡി ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. സോ എല്ലാവരുടെ ബോഡി ലാംഗ്വേജും വ്യത്യസ്തമാണ്. സോ അവരെ നമ്മൾ ആ ഒരു രീതിയിൽ എല്ലാവർക്കും നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കാൻ പഠിക്കണം. ഇങ്ങനെ നെഗറ്റീവ് ഇടുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്, അപ്പോൾ നമ്മൾ മറ്റുള്ള ഒരാളോട് കളിയാക്കാതിരിക്കുക, മാക്സിമം നമ്മൾ കളിയാക്കാതിരിക്കുക. സോ അവർക്ക് ഏൽക്കുന്ന മുറിവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അവരെന്തെങ്കിലും പ്രശ്നം, അവർ ചിലപ്പോൾ ഹോർമോൺ പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ, അങ്ങനെ എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കും ആ ഒരു ആരോഗ്യം അങ്ങനെ പോയിട്ടുണ്ടാവുക. സോ അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരെ ടാറ്റാ.